വചനമൊഴി ജനുവരി 15. വചനഭാഗം 1 കോരിന്തോസ് 6:12-20, യോഹന്നാന്റെ സുവിശേഷം 2:13-25. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ മാമോദീസായെ അനുസ്മരിക്കുന്ന ദനഹ തിരുനാളിന് ശേഷം ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത്. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ആദ്യ അത്ഭുതമാണ് ഇന്നലെ നാം ധ്യാന വിഷയമാക്കിയത്. ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഇന്നലത്തെ വചനഭാഗത്തെ തുടർന്നുള്ള കാര്യമാണ്. ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന കാര്യം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യമായിട്ടാണ് സുവിശേഷകൻ ഈ സംഭവം വിവരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ ഈശോ ഒരിക്കൽ മാത്രമേ ജെറുസലേമിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് ഈശോയുടെ ജെറുസലേം പ്രവേശനത്തോടനുബന്ധിച്ചാണ് ഈ സംഭവങ്ങൾ വിവരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈശോ എല്ലാ തിരുനാളുകൾക്കും ജെറുസലേമിൽ വന്നിരുന്നു. ഈശോ ഒരു പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ജെറുസലേമിൽ വരുമ്പോഴാണ് ദൈവാലയ ശുദ്ധീകരണം നടത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും ഈശോ വീണ്ടും പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ജെറുസലേമിൽ വരുന്ന കാര്യം പറയുന്നുണ്ട്. ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ 3 പ്രാവശ്യം പെസഹ തിരുനാളിൽ പങ്കെടുക്കുവാൻ ജെറുസലേമിൽ വരുന്ന ഈശോയെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുമുണ്ട്. ആദ്യ പെസഹ തിരുനാളിന് വരുന്നതിനോടനുബന്ധിച്ച് ദൈവാലയം ശുദ്ധീകരിക്കുന്നത് മിശിഹായുടെ ദൗത്യം എന്താണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈശോ പറയുന്നു, ഈ ദൈവാലയം തകർത്താൽ 3 ദിവസം കൊണ്ട് അത് പുനരുദ്ധരിക്കുമെന്ന്. അവിടുന്ന് ഉദ്ദേശിച്ചത് തന്റെ ശരീരമാകുന്ന ദൈവാലയത്തെക്കുറിച്ചാണ് എന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നു. മിശിഹ തന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും കാര്യമാണ് ഇവിടെ മുൻകൂട്ടി പറയുന്നത്. മിശിഹായുടെ ഉത്ഥാനത്തിലൂടെ സ്ഥാപിതമായ സഭയാണ് മിശിഹായുടെ ശരീരം. മിശിഹ വസിക്കുന്ന സ്ഥലമാണ് അവിടുത്തെ ആലയം. കർത്താവിന്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറയുന്നു. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് അവിടുന്ന് വസിക്കുന്ന ഇടം. അതുകൊണ്ട് തന്നെ മിശിഹായുടെ വാസസ്ഥലം സഭയാണ്. മിശിഹായിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അവിടുത്തെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. മിശിഹായിൽ വിശ്വസിക്കുന്നവർ അവിടുത്തെ ആലയമായി മാറുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് നാം ഇന്ന് ശ്രവിക്കുന്നത്, ദൈവത്തിന്റെ ചൈതന്യം വസിക്കുന്ന ആലയങ്ങളാണ് നാം ഓരോരുത്തരുമെന്ന്. മിശിഹായിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ മിശിഹായുടെ ആലയങ്ങളാണ്. പരിശുദ്ധ കുർബാനയായി മിശിഹ നമ്മിൽ വന്ന് വസിക്കുന്നു. ഈശോ മിശിഹായുടെ സാന്നിധ്യം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ദൃശ്യമായി നാം അനുഭവിക്കുന്നു. ദൃശ്യമായി പരിശുദ്ധ കുർബാനയിൽ ഈശോ വന്ന് വസിക്കുന്ന ആലയങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മുടെ ശരീരങ്ങളാകുന്ന ദൈവാലയങ്ങളെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുവാൻ ഈശോ മിശിഹായുടെ ശരീരമാകുന്ന സഭയാകുന്ന ദൈവാലയത്തെ സഭാ സമൂഹം എന്ന നിലയിൽ നമ്മുടെ കൂട്ടായ്മകളിൽ ഈശോയെ അനുഭവിക്കുവാൻ, നമ്മുടെ കൂട്ടായ്മകൾ ഈശോയെ അനുകരിക്കുന്ന കൂട്ടായ്മകളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. നമുക്കതിനായി പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.